ഹായ് ഗൈസ്. കാർണിവോറസ് ഡയറ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കുറച്ച് പിള്ളേരും അവർ പ്രൊമോട്ട് ചെയ്യുന്ന കാർണിവോറസ് ഡയറ്റ്. സോ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഈ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്താണ്. യു ഗൈസ് ആർ ഗുഡ് അറ്റ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ. കാരണം നിങ്ങൾക്ക് അറിയാം സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വീഡിയോ ഇട്ടാൽ നല്ല രീതിയിലുള്ള ലൈക്കും റീച്ചും കിട്ടുമെന്ന്. ഫസ്റ്റ് നിങ്ങൾ ചെയ്തത് നെഗറ്റീവായിട്ടുള്ള വീഡിയോസ്. സോ അതിനെതിരെയായിട്ട് കുറേ കമൻസ് വരും. ആ കമൻസ് വെച്ച് ആ വീഡിയോ റീച്ച് ആവുമെന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരേ സമയം നെഗറ്റീവായിട്ടുള്ള വീഡിയോസും വരും, പോസിറ്റീവായിട്ടുള്ള വീഡിയോസും വരും. എനിക്കിത് പറയാനുള്ളത് ഈ കോണ്ടന്റ് കാണുന്ന ആൾക്കാരുടെ അടുത്താണ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർ ആയി പുതുതായിട്ട് കാർണിവോറസ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങാൻ പോകുകയാണെങ്കിൽ, ആലോചിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കാം. ഈ കാർണിവോറസ് ഡയറ്റ് കോൺട്രവേഴ്സി ആദ്യമായിട്ടാണ് ഇന്ത്യ വരുന്നുണ്ടെങ്കിലും ഇത് ഫോറിൻ രാജ്യങ്ങളിൽ പല വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. There are some content creators who are following the carnivorous diet and they are posting it online. ഇതിൻ്റെ ബെനിഫിറ്റ്സും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്ത് തകർക്കുന്നുണ്ട് ഓൾറെഡി. ഒരു ഡോക്ടർ തന്നെ അവരുടെ കാർണിവോറസ് ഡയറ്റിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഇഷ്ടം പോലെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ഇത് ഭയങ്കര കോമൺ ആയിട്ട് വരുന്നത്. കാരണം സൗത്ത് ഇന്ത്യയിൽ ഓബിയസ്ലി റെഡ് മീറ്റ് ഈറ്റേഴ്സ് കൂടുതലാണ്. നോർത്ത് ഇന്ത്യയിലോട്ട് വരുമ്പം ഈ ഒരു പാറ്റേൺ ഇല്ല. കാർണിവോറസ് ഡയറ്റ് നോർത്ത് ഇന്ത്യയിലോട്ട് വരുമ്പം അധികം റിലവൻ്റ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമ്മളെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു മീറ്റാണ് റെഡ് മീറ്റ്. കാർണിവോറസ് ഡയറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് സത്യങ്ങളുണ്ട്. ഓക്കെ, വർഷങ്ങളായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ, ഒരു ഡയറ്റ് പാറ്റേൺ കൂടുതലും കാർബ് ഇൻടേക്കാണ് കൂടുതൽ. ഓക്കെ, ഇപ്പം ഇന്ത്യയിലുള്ള ആൾക്കാർ കൂടുതലും ഇൻടേക്ക് ചെയ്യുന്നത് കാർബ്സ് തന്നെയാണ്. കാർബ്സ് ആണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ വന്ന് പ്രോട്ടീൻ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പം ഈ നാട്ടിൽ പ്രോട്ടീനെ കുറിച്ച് ഇത്ര ആൾക്കാർ കൺസേൺ ആയി തുടങ്ങിയിട്ടുള്ളത്. സോ ഫസ്റ്റ് പ്രയോറിറ്റി എന്നും അന്നും ഇന്നും കാർബ്സ് തന്നെയായിരുന്നു. ബട്ട് നിങ്ങളൊരു കീറ്റോജനിക് ഡയറ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കാർണിവോറസ് ഡയറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി കാർബ്സ് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ സോഴ്സ് ഓഫ് എനർജി നേരെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഫാറ്റിലേക്ക് മാറി തുടങ്ങും. സോ ഈ ഫാറ്റാണ് നിങ്ങളുടെ അടുത്ത സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. നിങ്ങളുടെ ബോഡിയിലുണ്ടായിരുന്ന ഫാറ്റ് എല്ലാം ഫാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവർ നല്ല രീതിയിൽ കുറച്ച് തരും. സോ റിസൾട്ട്സ് ഈസ് ഗുഡ്. റിസൾട്ട് വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, റിസൾട്ട് വരും. നമ്മുടെ ബോഡിയിലുണ്ടായിരുന്ന ഫാറ്റ് എല്ലാം നമ്മുടെ എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്ത് ഫാറ്റ് എല്ലാം പോയി നല്ല രീതിയിലുള്ള ഷ്രെഡഡ് ബോഡി ആയിട്ട് വരും. പണി വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ എത്ര നാൾ ഫോളോ ചെയ്യും. ഓക്കെ, നിങ്ങളോട് പറയുന്നു 1 കിലോ മീറ്റ് ഒരു ദിവസം കഴിക്കുക. മീറ്റ്, എഗ്സ്, ബട്ടർ, ഗുഡ് ഫാറ്റ്, കേർഡ്, ഇതൊക്കെയാണ് ഇവരുടെ കാർണിവോറസ് ഡയറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കീറ്റോജനിക് ഡയറ്റ് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് മാറ്റിക്കും. കാരണം കീറ്റോജനിക് ഡയറ്റിനാണെങ്കിൽ പോലും കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചില അസുഖങ്ങൾക്ക് കീറ്റോജനിക് ഡയറ്റ് നല്ലതാണ്. സോ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഫാറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി ഫാറ്റ് ആയിട്ട് കൊടുക്കുന്ന എന്തും എനർജി സോഴ്സ് ആയിട്ട് കൺസ്യൂം ചെയ്യും. അതാണ് ഇതിൻ്റെ പുറകിലുള്ള തിയറി. നിങ്ങൾ പറ, നിങ്ങൾക്ക് എത്ര നാൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഫാറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എനർജി സോഴ്സ് ആയിട്ട് അത് മാറുന്നത്. ബട്ട് പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് ഈ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നു അന്ന് വീണ്ടും നിങ്ങൾക്ക് പോയ വെയിറ്റ് അതേ കണക്ക് തിരിച്ചു വരും. ഒരു കാര്യം കൂടി ഞാൻ പറയാം, എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററീസ് ഓൾറെഡി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ട്രൈ ദിസ് ഔട്ട് വിത്തൗട്ട് ആൻ അഡ്വൈസ് ഫ്രം എ ഡോക്ടർ. ഇവർ എന്തോ പറഞ്ഞോട്ടെ, അവർ പറയുന്നത് കോച്ചിങ്ങിനെ കുറിച്ചും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും എല്ലാമാണ്. അവർക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലയൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത്, അതാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ എന്ത് ട്രൈ ചെയ്യുന്നതിന് മുമ്പും ജസ്റ്റ് കൺസൾട്ട് എ ഡോക്ടർ ദാറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്കറിയാം ഈ പാറ്റേൺ ഫോളോ ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവാം. ബിക്കോസ് യു മൈറ്റ് ബി കൺസ്യൂമിങ് എ ഡ്രഗ്. എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാർഡിയോവാസ്കുലർ ഡിസീസസോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് കൺസൾട്ട് യുവർ ഡോക്ടർ ആൻഡ് ടേക്ക് ആൻ ഒപ്പീനിയൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മരുന്ന് കഴിക്കുന്ന സമയത്ത് ചില ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന മരുന്നുമായിട്ട് റിയാക്ട് ചെയ്യും. വി കോൾ ഇറ്റ് അറ്റ് ഫുഡ് ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ. സോ അത് നിങ്ങളുടെ ലൈഫിന് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊരു ലൈഫ് സ്റ്റൈൽ മാറ്റുന്നതിന് മുമ്പ് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺസൾട്ട് യുവർ ഡോക്ടർ ആൻഡ് ടേക്ക് ആൻ ഒപ്പീനിയൻ. ഇവർ പലതും പറയും. ഇവർ പറയും ഡോക്ടേഴ്സിന് ന്യൂട്രീഷൻ ഡയറ്റ് അറിയത്തില്ല, അങ്ങനെയൊന്നും അറിയത്തില്ല. ബട്ട് ഡോക്ടേഴ്സ് നോ അബൌട്ട് ദി ഹ്യൂമൻ ബോഡി. എത്ര തലയും കുത്തി ശ്രമിച്ചാലും ഒരു ന്യൂട്രീഷണൽ കോച്ചിന് ഒരു MBBS ഡോക്ടറോ ഒരു MD ഡോക്ടറിൻ്റെ അത്രയും ലെവലിലോട്ട് എത്താൻ പറ്റത്തില്ല. ബിക്കോസ് ദേ നോ അവർ ഹ്യൂമൻ ബോഡി മച്ച് മോർ ബെറ്റർ ദാൻ എനിവൺ എൽസ്. സോ എല്ലാത്തിനും നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ എന്തൊരു പാറ്റേണും ഫോളോ ചെയ്യുക. ഇവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ബട്ട് ഇവർക്കും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും വാട്ട് ആർ ദി കോൺസിക്വൻസസ് ദാറ്റ് മൈറ്റ് കം. ഇവരും ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഇതിൻ്റെ ലോങ് ടേം യൂസിലുള്ള കാര്യങ്ങളൊന്നും ഇവർക്കും അറിയാൻ പാടില്ല. ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ട്
കണ്ണടച്ച് വിശ്വസിച്ച് നേരെ പോയി ട്രൈ ചെയ്തിട്ട് വെറുതെ കുളമാക്കി വെക്കരുതല്ല. അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നവരാണ്, ബി ലിറ്റിൽ ബിറ്റ് മോർ റെസ്പോൺസിബിൾ. നിങ്ങൾ വീഡിയോ ഇടുന്നതോ വീഡിയോ ഇടാത്തതോ അതൊന്നുമല്ല എൻ്റെ കൺസേൺ. സോ നിങ്ങൾ വരുന്ന ക്ലയൻസിന് നല്ല രീതിയിൽ അസസ് ചെയ്തിട്ട് വേണം ട്രെയിനിങ് പാറ്റേണും ഫുഡും ഡയറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. ബിക്കോസ് ആസ് എ ട്രെയിനർ your clients are your responsibility. So if something bad happens, you might be responsible for what is happening. എല്ലാ ട്രെയിനേഴ്സിനും പല രീതിയിലുള്ള പാറ്റേൺസ് ഉണ്ട്, അതെല്ലാം ഓക്കെയാണ്. ബട്ട് ദ ട്രെയിനർ ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ ക്ലയൻറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ ട്രെയിനേഴ്സും ഇത് അവെയർ ആയിരിക്കണം. എല്ലാ പാറ്റേൺസും ഫോളോ ചെയ്യുന്ന സമയത്ത് മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് സീറോ റിസ്ക് ഫോർ ദ ക്ലയൻറ്റ്. ഫിറ്റ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ കൂടുതൽ കോൺസിക്വൻസസിലേക്ക് കൊണ്ട് ചാടിക്കും. അതുകൊണ്ട് ബി വെയർ ഓഫ് വാട്ട് യു ഡു ടു യുവർ ബോഡി ആൻഡ് യുവർ ലൈഫ് സ്റ്റൈൽ. വളരെ സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ചെറിയ ചെറിയ കറക്ഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ ലിവ് എ ഗുഡ് ലൈഫ്, എ ഹാപ്പി ലൈഫ്. അതിന് ഒരുപാട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇനിയും പൊങ്ങി വരും. ബി വെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സോഷ്യൽ മീഡിയ. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ എന്നെ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല. സോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അത് മതി. ഓക്കെ.